BJP നേതാവിന്റെ ചില കാര്യങ്ങളോട് പ്രതികരിക്കാനുള്ള അവസരം അങ്ങനെക്ക് നൽകണം. പക്ഷെ അതിന് മുന്നോടിയായിട്ട് എന്തായാലും ലൈഫിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ബഹുമാനീയനായ പ്രതിനിധി പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്നെ പരിഹസിക്കാനോ ആക്ഷേപിക്കാനോ എന്തിനോ ആവട്ടെ, എനിക്കതിൽ വിരോധമില്ല. അദ്ദേഹം പറഞ്ഞത് കൈരേഖ നോക്കി മാത്രം പ്രസംഗിക്കുന്ന ആളുകളാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ, അല്ലെങ്കിൽ വ്യക്തിപരമായി ഞാനെന്ന നിലയിലാണ്. ഞാൻ സംസാരിച്ച് ഏതാണ്ട് 1 മിനിറ്റ് പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് അങ്ങയുടെ പാർട്ടിയുടെ മുൻ നേതാവും നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി 2016 ആണ്ട് ഫെബ്രുവരി മാസം 24-ാം തീയതി അന്നത്തെ പ്രതിപക്ഷത്തിന്റെ ഉപനേതാവായിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ നമ്പർ 3204, അതായത് 3204, ആ ചോദ്യത്തിന് നൽകിയ മറുപടി, ആ മറുപടി ആങ്കറുടെ ഫോണിൽ ഡെലിവേർഡ് ആയിട്ട് ഇപ്പൊ കിടക്കുന്നുണ്ട്. കൈരേഖ നോക്കി പ്രസംഗിക്കുന്നത് ഞാനാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നുള്ളത് ഞാൻ ആക്ഷേപിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ മാതൃഭൂമിയുടെ ചർച്ച കാണുന്ന പ്രേക്ഷകർ വിലയിരുത്തട്ടെ. അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ എത്ര പേർക്ക് അങ്ങ് പറഞ്ഞതുപോലെ ഈ പദ്ധതിയിൽ എന്ന് വേർതിരിച്ചല്ല, എത്ര പേർക്ക് സർക്കാർ പദ്ധതികളിലൂടെ പാർപ്പിടം നൽകി എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതിന് മറുപടി ഞാൻ പറയാം. മാധു, അതിന് ആ പേപ്പർ എനിക്ക് കിട്ടി. ജയിക്ക് 1 മിനിറ്റ്. പിന്നെ 2 മിനിറ്റ് ജയിക്കിന് കൊടുത്തു. ഞാൻ കാര്യം ചെയ്യാം. ആ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാം. ആ പോയിന്റ് പറയുന്നില്ല എന്നറിയോ? അങ്ങനെ ഓരോ പോയിന്റ് വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടല്ലോ ഈ ചർച്ച മുമ്പോട്ടേക്ക് പോയത്. അപ്പൊ ഈ പോയിന്റ് പറയും ഞാൻ. അപ്പൊ കണ്ടസ്റ്റ് ചെയ്യണം. പറഞ്ഞോ, സ്റ്റാർട്ട്. അങ്ങയുടെ അവസരത്തിൽ അങ്ങ് പറഞ്ഞു, എനിക്ക് ചോദിക്കാൻ അങ്ങ് കൈരേഖ വെച്ച് പ്രസംഗിക്കുന്ന ആളുകളെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോൾ എനിക്ക് വേണമെങ്കിൽ അന്നേരം പറയാലോ, ഈ പോയിന്റ് എനിക്ക് മറുപടിയുണ്ട്. ആങ്കറിന്റെ കയ്യിൽ 3204 അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ, ചോദ്യം നമ്പർ, ഡേറ്റ് 24/2/2016, ചോദ്യകർത്താവ് പ്രതിപക്ഷ ഉപനേതാവ് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ, ഉത്തരം പറഞ്ഞത് അന്നത്തെ കേരളത്തിന്റെ കോൺഗ്രസ് നേതാവായിരുന്ന മുഖ്യമന്ത്രി. ഇതെനിക്ക് പറയാമായിരുന്നല്ലോ. എന്റെ അവസരത്തിൽ എനിക്കത് ബ്രീഫ് ചെയ്യാൻ, എക്സ്പ്ലെയിൻ ചെയ്യാൻ അവസരം കിട്ടുമെന്നത് കൊണ്ട് ഞാൻ ക്ഷമയോടുകൂടി ഇരുന്നത്. അപ്പോൾ ഇതാണ് അങ്ങ് കൈരേഖ നോക്കി പ്രസംഗിക്കുന്ന ആളുകളെന്ന അങ്ങയുടെ പ്രതികരണത്തിന് എനിക്ക് പറയാനുള്ള മറുപടി ഇതാണ്. ആ നിയമസഭാ രേഖ പബ്ലിക് ഡൊമൈന് മുമ്പിലുണ്ട്. ചോദ്യത്തിന്റെ ക്രമനമ്പരും അതോടൊപ്പം ചോദ്യകർത്താവും ചോദ്യത്തിന്റെ തീയതിയും അടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിവിധ പദ്ധതികളുണ്ട്. MN സ്മാരക പദ്ധതിയുണ്ട്, ലക്ഷം വീട് പദ്ധതിയുണ്ട്, സുരക്ഷാ ഭവന പദ്ധതിയുണ്ട്. ഈ ഭവന പദ്ധതികളുടെ ആകെ നടത്തിയിട്ടുള്ളത് വീടുകളുടെ പൂർത്തീകരണത്തെ സംബന്ധിച്ചുള്ള എണ്ണമാണ് 5-ാം വർഷം UDF ഗവൺമെന്റിന്റെ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് ഫെബ്രുവരിയിൽ നൽകിയിട്ടുള്ളത്. ഇരിക്കട്ടെ, ഇനി ഈ ലൈഫ് പദ്ധതിയെ സംബന്ധിച്ച് അദ്ദേഹം ചോദിക്കുന്നു, എന്റെ ഗ്രാമപഞ്ചായത്തിൽ നിങ്ങളുടെ നാട്ടിൽ എത്ര വീട് പൂർത്തീകരിച്ചു എന്നുള്ളത്. ഞാൻ ഇന്നുകൂടെ കണക്കെടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. ഏതാണ്ട് 128 ലൈഫ് പദ്ധതിയിൽ എന്റെ ഓർമ്മ ശരിയെങ്കിൽ ലഭിച്ച അപേക്ഷ. വരുന്ന മാസം 2 വീടിന്റെയും കൂടെ പൂർത്തീകരണം നടക്കുന്നതോടുകൂടെ 128-ൽ 124 വീടുകളും പൂർത്തീകരിച്ച് അതിൽ 4 പേർ മറ്റു മാർഗങ്ങളോട് വീട് സംഘടിപ്പിച്ചപ്പോൾ ലഭിച്ച അപേക്ഷയുടെ 100% പണി പൂർത്തീകരിച്ച ഗ്രാമപഞ്ചായത്തായി ആ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി CPIM അധികാരത്തിൽ വന്ന ഈ 5 വർഷം ഞങ്ങളത് മാറ്റി തീർത്തിട്ടുണ്ട്. അങ്ങേക്ക് കോൺഗ്രസ്സുകാർ സുലഭമായുള്ള നാടാണല്ലോ ഞങ്ങളുടെ നാട്. അങ്ങേക്ക് ഏത് കോൺഗ്രസ്സുകാരനെയും ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർമാരിൽ 2 പേർ ഇപ്പോഴും കോൺഗ്രസ് ആണ്. അപ്പൊ അവരെയൊക്കെ വിളിച്ച് അങ്ങ് വസ്തുതാപൂർണമായി കണക്കെടുക്കുക. മണർകാട് ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് മിഷനിൽ എത്ര ഭവനരഹിതർ അടച്ചുറപ്പുള്ള വീടിന്റെ സുരക്ഷിതത്വത്തിലേക്ക് മാറി എന്നുള്ള കണക്ക് അങ്ങേക്ക് കിട്ടും. പിന്നെ ഒരൊറ്റ കാര്യം കൂടെ ചേർത്ത് സൂചിപ്പിക്കാനുള്ളത്, കോൺഗ്രസ് പ്രതിനിധിയോട് ഞാൻ മറ്റു കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല. ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് ശ്രദ്ധേയമായ എക്കണോമിക് പേപ്പറിനെ സംബന്ധിച്ച് അങ്ങ് വിശദീകരിച്ചില്ലല്ലോ. എന്താ ഉണ്ടായത്? കേരളത്തിന്റെ കടം കൂടിയോ കുറഞ്ഞോ? ഈ സാമ്പത്തിക യുദ്ധം കേരളത്തിൽ വരെ നയിക്കപ്പെട്ടിട്ട് 38% ഉണ്ടായിരുന്ന കേരളത്തിന്റെ കടം എത്രയായി? അതായത് 34% ചുവട്ടിലേക്ക് കൂപ്പുകുത്തി കേരളത്തിന്റെ കടത്തോത് കുറഞ്ഞു. അതായത് യൂണിയൻ ഗവൺമെന്റിന്റെ എക്കണോമിക് പേപ്പർ പ്രകാരം ഇപ്പോൾ ടോട്ടൽ സ്റ്റാൻഡിംഗ് ലയബിലിറ്റി വേഴ്സസ് ദ GDP ആണല്ലോ. അതായത് വരുമാനത്തിന് ആനുപാതികമായ കടത്തെ വെച്ചാണല്ലോ പരിശോധിക്കുന്നത്. അങ്ങനെയാണ് ഭാവിയിൽ ചെയ്യാൻ പോകുന്നതെന്നും യൂണിയൻ ഗവൺമെന്റ് പറയുന്നു. ആ വരുമാനത്തിന് ആനുപാതികമായ കടം 38 ഉണ്ടായിരുന്ന ഒരു വേള കേരളത്തിന് അതിപ്പോൾ 33ലേക്ക് വന്നു. ഒറ്റക്കാരിയുടെ BJP നേതാവ് പ്രസംഗിക്കുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ ഭാഗമായി പറഞ്ഞത്? T. പത്മനാഭനെ ഒരല്പം ആക്ഷേപസ്വരത്തിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ വിനിമയ ഭാഷ. ഇരിക്കട്ടെ, കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇതൊക്കെ ദേശീയവാദമൊക്കെ ആരുടെ പദ്ധതിയാണ്? ഞങ്ങളുടെ പദ്ധതിയാണ്. ഞങ്ങളുടെ പദ്ധതി നടപ്പിലാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് അങ്ങ് കോട്ട് ചെയ്ത അങ്ങയുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് 2016 ആണ്ട് മെയ് മാസം 1-ാം തീയതി 1-ാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ദിവസം സാമൂഹ്യ മാധ്യമത്തിൽ 2 വരി കുറിച്ചിട്ടു. അത് പറഞ്ഞ് ഞാൻ എന്റെ ഭാഗം അവസാനിപ്പിക്കുക. എന്തായിരുന്നു കുറിപ്പെന്നറിയുമോ?
BJP-യുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു ദേശീയപാതയും ഗെയിൽ പൈപ്പ് ലൈനും എടമൺ കൊച്ചി പവർ ഹൈവേയും ഇത്തരം പദ്ധതികൾ കേരളത്തിൽ RSSന്റെ സഹജവർഗീയത ഓർത്തുകൊണ്ട് പറഞ്ഞു മുസ്ലിം തീവ്രവാദികളെ പിണക്കിക്കൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കിയാൽ കേരളത്തിൽ പിണറായി വിജയനെ നട്ടലുള്ള മനുഷ്യനായി അംഗീകരിക്കേണ്ടതായി വരും. 2025 ഞങ്ങളുടെ കേരളത്തിന്റെ നമ്മുടെ 6000 കോടി മുടക്കി ദേശീയപാത പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നു. ഗെയിൽ പദ്ധതിയിൽ കൊച്ചിയിലെ എറണാകുളത്തെ വീട്ടമ്മമാർക്ക് അടുക്കളയിൽ പൈപ്പിലൂടെ ഗ്യാസ് വരുന്നു. ഇടമൺ കൊച്ചി പവർ ഹൈവേ 2020 കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞ 9 വർഷമായി പവർ കട്ടില്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി കേരളം മാറി. അങ്ങ് പറ, ആരെ അംഗീകരിക്കേണ്ടത്? ഏത് നേതാവിനെ, ഏത് രാഷ്ട്രീയത്തെ അംഗീകരിക്കേണ്ടത്? ഇതിനോടകം കേരളം നടന്നു തീർത്ത മാറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ശരി, പെട്ടെന്ന് ഞാൻ പറയാം. ഉമ്മൻചാണ്ടി സാറിനൊന്നും ജയിക്കിന് വലിയ താല്പര്യമില്ല. ഞാൻ KT ജലീൽ എന്നുള്ള മന്ത്രിയെ JK കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾ സ്റ്റാർ നമ്പർ പറഞ്ഞുകൊണ്ട് ഇതാ പിടിച്ചോ. 16/5/2017 നക്ഷത്ര ചിഹ്നം വിടാത്ത ചോദ്യം 4003. ശ്രീമതി ഐഷ പോറ്റി കൊട്ടാരക്കര MLA, KV അബ്ദുൽ ഖാദർ ഗുരുവായൂർ MLA, PV അൻവർ നിലമ്പൂർ MLA, V ജോയ് വർക്കല MLA, നിങ്ങളുടെ മന്ത്രിയായിട്ടുള്ള KT ജലീലിനോട് ചോദിക്കുന്നു, ഇന്ദിരാ ആവാസ് വികാസ് യോജനയിൽ എത്ര വീടുകൾ ഉണ്ടായിട്ടുണ്ട്? ഒരൊറ്റ സ്കീമാ ഈ IAY ഇന്ദിരാ ആവാസ് യോജന. KT ജലീൽ മറുപടി പറയുന്നു 2011-12 മുതൽ 2015-16 വരെ സംസ്ഥാനത്തിൽ ഇന്ദിരാ ആവാസ് യോജന പദ്ധതിയിൽ ആകെ 2,94,670 വീടുകൾ അനുവദിക്കുകയും ഇതിൽ 2,75,038 വീടുകൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 2015-16 അനുവദിച്ച വീടുകളിൽ 74.77% വീടുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു പദ്ധതിക്ക് മാത്രം 2,94,000 വീടുകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കണക്ക് ശ്രീ KT ഒരു മിനിറ്റ് വേണം അത് ഒരു മിനിറ്റ്. അതോടൊപ്പം തന്നെ UDF സർക്കാരിന്റെ സമയത്തിൽ 4,14,000 ഇന്ദിരാ ആവാസ് യോജന 274, പട്ടികജാതി വകുപ്പ് 24,000, പട്ടികവർഗ വകുപ്പ് 17,000, കുടുംബങ്ങൾക്കാൽ ഭവന പദ്ധതി ആനുകൂല്യം 70,710 കുടുംബങ്ങൾക്ക്, പഞ്ചായത്ത് 12,938, കോർപ്പറേഷൻ 12,815. അപ്പോൾ കൃത്യമായിട്ടുള്ള കണക്ക് 4,14,000 വീടുകൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം, എനിക്ക് അത്ഭുതമാണ്, എനിക്കറിയില്ല. മണർകാടൊക്കെയുള്ള ആളുകളുടെ സോഷ്യൽ സ്റ്റേറ്റസ് അല്പം നല്ലതായിരിക്കും, പക്ഷെ പാവങ്ങളുമുണ്ട്. ഒരു പഞ്ചായത്തിൽ 20 വാർഡില്ലേ മാധു? 128 വീട് മാത്രം കൊടുത്ത ആ ഒരു പഞ്ചായത്തിൽ എല്ലാവരും വീട് തികയുമോ? ഒരു പഞ്ചായത്തിൽ 120 JK, ഒരു പഞ്ചായത്തില് നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു പഞ്ചായത്തിന് 50 വീട് കൊടുത്താലും തികയത്തില്ല. ഒരു പഞ്ചായത്തിൽ 20 വാർഡുള്ള പഞ്ചായത്തിൽ 128 വാർഡ് കൊടുത്താൽ അവിടെ എല്ലാവർക്കും വീട് കിട്ടും. എത്രയോ പാവപ്പെട്ട ആളുകൾ ഇലക്ഷൻ വന്നതാണല്ലോ.